ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 തിങ്കളാഴ്ചയാണ്. പുതിയൊരാഴ്ചയുടെ തുടക്കമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ച ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം US മാർക്കറ്റുകളിലേക്ക്. വലിയ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. S&P 500ഉം ഡൗ ജോൺസും 1% മുകളിൽ ഉയർന്നു. നിക്ഷേപകർ പ്രതീക്ഷിച്ചതിലും ദുർബലമായ US തൊഴിൽ ഡാറ്റയ്ക്ക് പിന്നാലെയാണ് US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 110 മുതൽ 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യതയുള്ളത് എന്നാണ്. ഹയർ ലെവലിൽ ഇപ്പോഴും നല്ല സെല്ലിംഗ് പ്രഷർ കാണാം. കാരണം ഓൾ ടൈം ഹൈ വെള്ളിയാഴ്ച 22,794 ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വലിയ രീതിയിൽ തന്നെ നിഫ്റ്റി ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. FMCG സെക്ടർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വലിയ രീതിയിൽ തന്നെ ഗ്രാമീണ ഡിമാൻഡിൽ ബാധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഗ്രാമീണ ഡിമാൻഡിൽ ഒരു വീണ്ടെടുക്കൽ ഈ വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ്. ഗ്രാമീണ വളർച്ച FMCG വ്യവസായത്തിലെ നഗര വളർച്ചയെ മറികടക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഡാബർ ഇന്ത്യ ഗ്രാമീണ വിപണികളിൽ 8%, നഗരപ്രദേശങ്ങളിൽ 5% വളർച്ച രേഖപ്പെടുത്തി. പണപ്പെരുപ്പവും ക്രമരഹിതവുമായ മൺസൂൺ പോലുള്ള ഘടകങ്ങൾ ഫിനാൻഷ്യൽ ഇയർ 2024 ഗ്രാമീണ ഡിമാൻഡിനെ ബാധിച്ചു. നഗര വളർച്ച ശക്തമായി തുടരുമ്പോൾ ഗ്രാമീണ ഡിമാൻഡിൽ ക്രമാനുഗതമായ വീണ്ടെടുപ്പ് പ്രതീക്ഷിക്കുന്നത് സാധാരണ മൺസൂൺ, മെച്ചപ്പെടുന്ന മാക്രോകൾ, സർക്കാർ ചെലവുകൾ, കുറഞ്ഞ പണപ്പെരുപ്പം തുടങ്ങിയ ഘടകങ്ങളാണ്. ഡാബർ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ പ്രമുഖ FMCG കമ്പനികളുടെ CEOമാർ ക്രമേണ വീണ്ടെടുപ്പിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും ഈ വർഷം FMCG സെക്ടറിന് വളരെ നല്ല ഒരു വർഷം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക്. മറ്റൊരു വാർത്ത കൊഡാക് മഹീന്ദ്ര ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. JP മോർഗൻ കൊഡാക് മഹീന്ദ്ര ബാങ്കിനെ ന്യൂട്രലിൽ നിന്ന് ഓവർ വെയ്റ്റിലേക്ക് ഉയർത്തി. ടാർഗറ്റ് വില ഓഹരി 1-ന് 2070 രൂപയായിട്ടാണ് ഉയർത്തിയത്. കഴിഞ്ഞ ക്ലോസിംഗിൽ നിന്ന് ഏകദേശം 34% വർധനമാണ്. RBI കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊഡാക് മഹീന്ദ്ര ബാങ്കിനെതിരെ ഒരു നടപടിയെടുത്തത്. ഇനി കൊഡാക് മഹീന്ദ്ര ബാങ്കിന്റെ റിസൾട്ട് വന്നിരുന്നു. അതിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 4133 കോടി രൂപയാണ്. അതായത് 18.2% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 13.2% വർധനവാണുള്ളത്. 6909.4 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. ശക്തമായ നോൺ ഇൻട്രസ്റ്റ് ഇൻകവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തന്നെയാണ് ബാങ്കിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്ന 536.6 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 3.8% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.1% വർധനവ് മാത്രമാണ് വന്നിരിക്കുന്നത്. 4069.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി M&M ഫിനാൻഷ്യൽ സർവീസസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 619 കോടി രൂപയിലാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 9.5% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 15.6% വർദ്ധിച്ചു. ഇയർ ഓൺ ഇയറിലാണ് 1919 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. അടുത്ത കമ്പനി ടാറ്റ പവർ ആണ്. ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് 460 മെഗാവാട്ട് സ്ഥാപനവും ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റും സ്ഥാപിക്കാൻ SJVN ലിമിറ്റഡുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി പാര ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇഫ്കോയിൽ നിന്ന് 20 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ശക്തമായ ഡിമാൻഡിനിടയിൽ സെയിൽസ് ബുക്കിംഗിൽ 20% വളർച്ച കൈവരിക്കുന്നതിനായി പ്രധാന നഗരങ്ങളിൽ ഈ സാമ്പത്തിക വർഷം 30,000 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, GMR ഇൻഫ്ര, ഐഡിയ എന്നീ സ്റ്റോക്കുകളാണ്. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ രാവിലത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് 7:30 മുന്നോടിയായി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. നിങ്ങൾ നിർബന്ധമായി കാണാൻ ശ്രമിക്കേണ്ട ഒരു സെഷൻ തന്നെയാണ്. ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷനാണ് നമ്മുടെ ലൈവ് സെഷൻ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
കഴിഞ്ഞ ആഴ്ച US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. ഈ ആഴ്ചയും വളരെ പ്രധാനപ്പെട്ട UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സിലേക്ക് ആദ്യം തിങ്കളാഴ്ച മെയ് 6 ഇന്ത്യ ഫൈനൽ PMI ഡാറ്റയും ചൈന സർവീസസ് PMI ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. ചൊവ്വാഴ്ച മെയ് 7 ഓസ്ട്രേലിയയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരും. ബുധനാഴ്ച മെയ് 8 US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. വ്യാഴാഴ്ച മെയ് 9 ചൈന എക്സ്പോർട്ട് ഇമ്പോർട്ട്സ് ഡാറ്റ, UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, US ജോബ്ലെസ് ക്ലെയിംസ് എന്നീ ഡാറ്റകളാണ്. വെള്ളിയാഴ്ച മെയ് 10 ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, UK GDP ഡാറ്റ എന്നിവയാണ്. ഇനി പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ആദ്യം മെയ് 6 ലൂപ്പിൻ, മാരിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗ്രിൻഡ്വെൽ, നോർട്ടൺ, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്, സുവിൻ ലൈഫ് സയൻസ്, ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ റിസൾട്ടാണ് പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. മെയ് 7 ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, വോൾട്ടാസ്, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, IDFC, IRB ഇൻഫ്ര ഡെവലപ്പേഴ്സ്, PB ഫിൻടെക്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, JSW എനർജി, KEC ഇന്റർനാഷണൽ, ലെയ്റ്റൻ വ്യൂ അനലിസ്റ്റ്, SRF എന്നീ കമ്പനികളുടേത്. ബുധനാഴ്ച മെയ് 8 ഹീറോ മോട്ടോകോപ്പ്, ലാർസൻ ആൻഡ് ടുബ്രോ, TVS മോട്ടോർ, ഭാരത് ഫോർജ്, ടാറ്റ പവർ, കാനറ ബാങ്ക്, പിരാമൽ എന്റർപ്രൈസസ്, വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ. മെയ് 9 SBIയുടെ റിസൾട്ട് വരുന്നുണ്ട്. ഏഷ്യൻ പെയിൻസിന്റെ റിസൾട്ട്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, എക്സ്പോർട്സ് കുബോട്ട, ഗോപാൽ സ്നാക്സ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഗസ് കോർപ്പ് എന്നീ കമ്പനികളുടെ റിസൾട്ടാണ്. അടുത്തത് മെയ് 8 വെള്ളിയാഴ്ച സിപ്ല, ടാറ്റ മോട്ടോഴ്സ്, ABB ഇന്ത്യ, തെർമെക്സ്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പിരാമൽ ഫാർമ, കല്യാൺ ജ്വല്ലേഴ്സ്, ശാരദ ക്രോപ്പ് എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് പുറത്തു വരുന്നത്. നിഫ്റ്റിയിലേക്ക് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് വെള്ളിയാഴ്ചയും നമ്മൾ കണ്ടു. വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ അത് പറയുകയും ചെയ്തിരുന്നു. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞതാണ്. ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിൽ ആരംഭിച്ചെങ്കിലും ആദ്യ മണിക്കൂറിൽ തന്നെ സെല്ലിംഗ് പ്രഷർ ആരംഭിച്ചു. ഒടുവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 22,475-ൽ 172 പോയിന്റ്സ് ഇടിഞ്ഞാണ്. പുതിയ ഓൾ ടൈം ഹൈ ആയ 22,794 നിഫ്റ്റിയിൽ ടച്ച് ചെയ്തിരിക്കുന്നു. അന്നേ ദിവസത്തെ ലോ എന്ന് പറയുന്നത് 22,348 ആയിരുന്നു. അതായത് 440-ലേറെ പോയിന്റ്സ് ആണ് നിഫ്റ്റി ആ ഹൈയിൽ നിന്നും ലോയിലേക്കുള്ള ഒരു ദൂരം. അത്രയും പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. 20-യുടെ EMA ടച്ച് ചെയ്തെങ്കിലും അതിന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റിവിറ്റി ആയി തന്നെ കണക്കാക്കാം. ഡെയിലി ചാർട്ടിൽ ഒരു ഡബിൾ ബോട്ടത്തിന് സമാനമായ പാറ്റേൺ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബിയറിഷ്നെസിന്റെ സൂചനയാവാം അത്. ഡെയിലി ചാർട്ടിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതും ബിയറിഷ്നെസിന്റെ ഒരു സൂചന തന്നെയാണ്. വീക്ക്ലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലേക്ക് വന്നാൽ നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത് 0.16% നേട്ടത്തിൽ. ഇതോടെ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 22,600 മുതൽ 22,700 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300 ലെവലാണ്. ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 22,000 തന്നെയാണ് ഡൗൺ സൈഡിൽ. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ഇതിലൂടെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള പോയിന്റും അതുപോലെ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും നമുക്ക് പറയാം. കോൾ സൈഡിൽ 22,800 ആണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കും അതിനുശേഷം 22,700 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കും അതിനുശേഷം 22,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700 മുതൽ 22,800 വരെയുള്ള ലെവലാണ്. ഇനി സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000 ലെവലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,500 ATM സ്ട്രൈക്കിൽ 44% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 420% വർധനവാണ്. നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 22,450 സ്ട്രൈക്കിൽ 194% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 1,083% വർധനവ് ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 22,550 സ്ട്രൈക്കിൽ 315% വർധനവ് കോൾ സൈഡിലുണ്ട്. നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 33% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അതായത് ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്
48,923 307 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 49,000 എന്ന സപ്പോർട്ട് ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. 10-day EMI ഉള്ള 48,680 റേഞ്ചിന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. 21 EMI ഉള്ളത് 48,282 അത് തന്നെയാണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ഡൗൺ സൈഡിൽ വരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു സോൺ നോക്കുകയാണെങ്കിൽ 49,200 മുതൽ 49,300 വരെയുള്ളത് അപ്സൈഡിൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. 48,400 മുതൽ 48,300 വരെ ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 49,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 49,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500 ഇന്ത്യ വിക്സിലേക്ക് 14.62 8.72% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല 43.4% ഈ 7 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് ഉയർന്നത്. ഇന്ത്യ വിക്സ് അന്ന് 20% മുകളിൽ ഇടിഞ്ഞിരുന്നു. 10 താഴെയുള്ള ആ റേഞ്ചിലേക്കൊക്കെ ഇന്ത്യ വിക്സ് എത്തിയിരുന്നു. ചരിത്രത്തിലെ സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ വിക്സ് ഇനി ഉയരാനുള്ള സാധ്യത വേണ്ടി ഷെയർ ചെയ്യുന്നത്. ആദ്യം RBL സ്വിംഗ് സെഗ്മെന്റിൽ ആദ്യം ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് RBL ബാങ്ക് ആയിരുന്നു. വലിയ സക്സസ് ആണ് RBL ബാങ്കിൽ കിട്ടിയത്. ഏപ്രിൽ 23-ന് 829 എൻട്രി എടുത്തത്. 1021.4 വരെ അപ്പായി 18% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് സെൻസർ ടെക്നോളജീസ്. മാർച്ച് 28-ന് 615 എൻട്രി എടുക്കുന്നത്. 662 വരെയാണ് അപ്പായത്. 7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ആയിരുന്നു. ഏപ്രിൽ 1-ന് 424.3 എൻട്രി എടുക്കുന്നത്. 472.8 വരെ അപ്പായി 10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് കാബ്ര എക്സ്ട്രൂഷൻ ലിമിറ്റഡ് ആയിരുന്നു. ഏപ്രിൽ 22-ന് 361 എൻട്രി എടുത്തു. 406 വരെയാണ് അപ്പായത്. 11% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ടാറ്റ പവർ ആയിരുന്നു. ഏപ്രിൽ 23-ന് 431 എൻട്രി എടുത്തു. 464.2 വരെയാണ് അപ്പായത്. 7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് സൊമാറ്റോ. ഏപ്രിൽ 29-ന് 191.5 എൻട്രി എടുത്തു. 200.35 വരെ അപ്പായി. 4% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതായിരുന്നു. സെഞ്ച്വറി എൻക ലിമിറ്റഡ്. 516 ഇൻട്രാഡേയിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 540 വരെ അപ്പായി. 4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് F&O സെഗ്മെന്റിലേക്കാണ്. കോൾ ഇന്ത്യ 460 CE ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. 19.2 നിന്നും 27 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് കോൾ ഇന്ത്യയിൽ ലഭിച്ചത്. അടുത്തത് ഡോക്ടർ റെഡ്ഡി 6300 CE ആയിരുന്നു പറഞ്ഞത്. മെയ് 2-നും മെയ് 3-നും നമ്മൾ എൻട്രി എടുത്തിരുന്നു. 215 എൻട്രി എടുത്തത്. 257 വരെ അപ്പായി. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത്. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നെങ്കിലും മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ ആയതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോക്കുകൾ പിന്നീട് ഡൗൺ ആവുകയുണ്ടായി. വരും ദിവസങ്ങളിൽ അതൊക്കെ റിക്കവർ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളുടെ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS 2391 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 690 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ മെയ് മാസത്തിലും അവർ നെറ്റ് സെല്ലേഴ്സായി മാറിക്കഴിഞ്ഞു. 3356 കോടി രൂപയ്ക്കാണ് ഈ മെയ് മാസത്തിൽ അവർ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. ഇനി ഏപ്രിൽ മാസത്തിലേക്ക് വന്നാൽ 35,692 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. US മാർക്കറ്റിലേക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് സോഫ്റ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് US സാമ്പത്തിക പ്രതിരോധത്തിന്റെ തെളിവുകൾ നൽകുകയും ചെയ്തതിനാൽ ഫെഡ് ഒരു റേറ്റ് കട്ടിലേക്ക് ഉടൻ പോകുമെന്ന പ്രതീക്ഷകൾ ഇൻവെസ്റ്റേഴ്സിന് നൽകി. അതുകൊണ്ട് തന്നെ വാൾസ്ട്രീറ്റ് വെള്ളിയാഴ്ച ഉയരുകയാണ് ചെയ്തത്. നാസ്ഡാക്ക് ആണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത്. 2% അടുത്താണ് ഉയർന്നത്. S&P 500 1.26% ഉയർന്നു. ഡൗ ജോൺസ് 1.18% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാലും US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ ആഴ്ച ഏർണിംഗ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ചൊവ്വാഴ്ച ഡിസ്നി, ബുധനാഴ്ച ഊബർ എന്നീ കമ്പനികളാണ്. കൂടാതെ ഇന്ന് റിച്ച്മോണ്ട് ഫെഡ് പ്രസിഡന്റ് ടോം ബാർക്കിൻ്റെയും ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസിൻ്റെയും സ്പീച്ച് ഉണ്ട്. അതുകൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.30% ഉയർന്നു.
വിപ്രോ 0.37% ഉയർന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക്, HDFC ബാങ്കും ഇടിയുകയുണ്ടായി. ICICI ബാങ്ക് 0.76% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.65% ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പ് 2.72% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.57% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ജോൺസ് 0.06% നേട്ടത്തിൽ, S&P 500 0.05% നേട്ടത്തിൽ, നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ. എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.51% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.54% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.59% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് 600 0.44% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. US പേറോൾ പ്രതീക്ഷിച്ചതിലും ദുർബലമായി ഉയർന്നതിനെ തുടർന്നാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ഉയർന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഡാക്സും CACയും 0.16% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക്. ചൊവ്വാഴ്ചത്തെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ നിരക്ക് തീരുമാനത്തിനും ചൊവ്വാഴ്ച ചൈനയുടെ ഏപ്രിൽ ട്രേഡ് ഡാറ്റയ്ക്കും വേണ്ടി നിക്ഷേപകർ കാത്തിരിക്കും. എന്നിരുന്നാലും പ്രധാനപ്പെട്ടത് ഓസ്ട്രേലിയയുടെ പണപ്പെരുപ്പ കണക്കുകൾ തന്നെയായിരിക്കും. പ്രതീക്ഷിച്ചതിലും മികച്ചതാണെങ്കിലും US താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്നും റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ 4.35% നിരക്കിൽ മാറ്റമില്ലാതെ തുടരും എന്നും അവർ പ്രവചിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകാം. ഗിഫ്റ്റ് നിഫ്റ്റി നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണുള്ളത്. 22,693 112 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 6:40. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഒരു 110 മുതൽ 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് ജപ്പാൻ, സൗത്ത് കൊറിയ മാർക്കറ്റുകൾ എന്നിവയ്ക്ക് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ അല്ല. ഓയിൽ പ്രൈസുകൾ. നിക്ഷേപകർ പ്രതീക്ഷിച്ചതിലും ദുർബലമായ US തൊഴിൽ ഡാറ്റയും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സമയം ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നതിനാലും വെള്ളിയാഴ്ച എണ്ണവില വീണ്ടും ഇടിയുകയുണ്ടായി. 3 മാസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര നഷ്ടത്തിലേക്ക് നീങ്ങി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $83.24 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.52% നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.41 പെർ ബാരൽ എന്ന നിലയിൽ 0.38% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ. ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ ബിസിനസ് ലൈൻ, മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.